വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജമീല കള്ളിയത്ത്. സാങ്കേതികവിദ്യയുടെ വളർച്ച കൊണ്ടും ശാസ്ത്രത്തിൻ്റെ ഉയർച്ച കൊണ്ടും മനുഷ്യചിന്തയുടെ പുരോഗമനം കൊണ്ടും സമ്പുഷ്ടി നിറഞ്ഞതാണ് ഇന്നത്തെ യുഗം. എന്നാൽ സമാധാനവും സന്തോഷവും അന്യം നിന്നു പോയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. സ്നേഹം, പരസ്പര സഹായം, പരസ്പര സഹകരണം, സൗഹാർദ്ദം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ നമ്മിൽ നിന്നും അനുദിനം ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. എത്രത്തോളമെന്നാൽ ഒരു അപകടത്തിന് സാക്ഷിയായാൽ പോലും ആ സഹോദരനെ രക്ഷപ്പെടുത്തുന്നതിന് പകരം തൻ്റെ മൊബൈലിൽ ദൃശ്യം പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ വെമ്പൽ കൂട്ടുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ പരിക്കേറ്റവനെ ആശുപത്രികളിലെത്തിക്കാൻ തൻ്റെ വാഹനം നിർത്താതെ അതിവേഗം ഓടിച്ചു പോകുന്ന മനുഷ്യൻ. ഓരോ മനുഷ്യനും തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നതായി തോന്നുന്നു. തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ ഇഷ്ടം ഇങ്ങനെ സ്വന്തം എന്ന ചിന്തയോടെ അന്യൻ്റെ ഇഷ്ടത്തിനോ അപരൻ്റെ അവകാശത്തിനോ സ്വൈര്യത്തിനോ തെല്ലും വില കൽപ്പിക്കാതെ സങ്കുചിതനായി ജീവിക്കുന്നു നാം ഓരോരുത്തരും. ഒരു കാലത്ത് പട്ടണങ്ങളിലോ നഗരങ്ങളിലോ ചെന്നാൽ ഫ്ലാറ്റുകളിലെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നവരെ പോലും അറിയാത്ത സ്ഥിതിവിശേഷം ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്കും പടർന്നിരിക്കുന്നു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന അയൽവാസിയുടെ ക്ഷേമൈശ്വര്യങ്ങൾ പോയിട്ട് അവരുടെ കുടുംബസ്ഥിതി പോലും അറിയാത്ത, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അനുഭവിച്ചറിയാനോ സമയമില്ലാത്ത ഒരു തലമുറയായി നാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന തിരുവചനം സ്മരണീയമാണ്. സാമൂഹ്യജീവിയായ മനുഷ്യൻ, അവൻ സമൂഹത്തിൻ്റെ ഒരു കണ്ണിയാണ്. ഇത് പരസ്പരം ഇഴുകിച്ചേർന്നെങ്കിലേ സുസംഘടിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും സർവോപരി സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് എല്ലാ മഹാരഥന്മാരും പ്രവർത്തിച്ചതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതായത് മനുഷ്യൻ ഒന്നെന്ന സന്ദേശം ലോകത്തിന് നൽകിയ ശ്രീ നാരായണ ഗുരുവിനെ ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ്. സുസംഘടിതമായ ഒരു സമൂഹത്തിന് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രത്തെ പടുത്തുയർത്താൻ ആവുകയുള്ളൂ. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ മനുഷ്യവിഭവങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുടെയും ഉയർച്ചയുടെയും നാഴികക്കല്ലായി വർത്തിക്കുന്നത് അതിലെ മനുഷ്യവിഭവങ്ങളാണ്. അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരിക്കലും ഊർജ്ജസ്വലരായ മനുഷ്യവിഭവങ്ങൾ ഉടലെടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മനുഷ്യ കണ്ണികളായിരിക്കണം ഒരു രാജ്യത്തെ മനുഷ്യ സമൂഹം എന്നത്. ആ രാജ്യത്തിന് മാത്രമേ ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുകയുള്ളൂ. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും കെട്ടുറപ്പിനും അതിൻ്റെ ഭദ്രതയ്ക്കും അത് കൂടിയേ തീരൂ. തുല്യനീതിയും സുസ്ഥിരതയും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ശാന്തിയും കളിയാടുകയുള്ളൂ. അവിടെ അരാജകത്വത്തിനോ അരക്ഷിതാവസ്ഥയ്ക്കോ അവസരമുണ്ടാവുകയില്ല. ചുരുക്കത്തിൽ, സുരക്ഷയുള്ള സമൂഹത്തിന് മാത്രമേ രാഷ്ട്രത്തിൻ്റെ എല്ലാ തലത്തിലും, വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, സാമ്പത്തിക മേഖലയിലാവട്ടെ, രാഷ്ട്രീയ തലത്തിലാവട്ടെ ഇറങ്ങി പ്രവർത്തിച്ച് വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ജമീല കള്ളിയത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.